പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOSന്റെ ഹോം സയൻസിലെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരും എന്ന് പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 12. ചാപ്റ്റർ 12ന്റെ പേര് സ്പേസ് മാനേജ്മെന്റ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള സ്ഥലം എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ സ്പേസ് മാനേജ് ചെയ്യണം എന്നത് അതൊരു കലയാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് സ്പേസ് മാനേജ്മെന്റ് പറയുന്നത്. ആദ്യം സ്പേസ് മാനേജ്മെന്റിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കാം. സ്പേസ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് അവൈലബിൾ ലാൻഡ് ഓർ സ്പേസ്. നമുക്ക് ലഭ്യമായ ഭൂമി അല്ലെങ്കിൽ സ്ഥലം, ആ സ്ഥലം അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഏറ്റവും കാര്യക്ഷമമായും ഏറ്റവും ഫലപ്രദമായിട്ടും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിൻ്റെ കലയാണ് സ്പേസ് മാനേജ്മെന്റ്. അപ്പോൾ സ്പേസ് മാനേജ്മെന്റ് എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, സ്പേസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമായ സ്ഥലം അല്ലെങ്കിൽ ഭൂമി അത് ഏറ്റവും കാര്യക്ഷമമായും ഫലപ്രദമായും പ്രയോജനപ്പെടുത്തുന്ന കലയാണ്. സ്പേസ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് അവൈലബിൾ ലാൻഡ് ഓർ സ്പേസ്. ഇതിൽ നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ വിട്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു രാജ്യത്തിന് അവിടുത്തെ ഭൂമി, സ്പേസ് കുറേയൊക്കെ കാടായിട്ട് ഒഴിച്ചിടേണ്ടി വരും, കുറേയൊക്കെ പുഴയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം പരിസ്ഥിതിയെ, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ഡെവലപ്മെൻറ്റ് എപ്പോഴും പ്ലാൻ ചെയ്യാൻ. അതുകൂടി ഈ ചാപ്റ്റർ പറയുന്നുണ്ട്. അതായത് നമുക്ക് വീട് പണിയുമ്പോൾ ഒരു സ്ഥലം നമുക്കുണ്ട്, ആ സ്ഥലത്ത് വീട് പണിയുമ്പോൾ അതിന് കുറച്ച് സ്ഥലം വേണം അല്ലേ. അപ്പോൾ ഒരു രാജ്യത്താണെങ്കിൽ പോലും വീടുകൾക്ക് വേണ്ടി ഇത്ര ഭൂമി സെൻറ്റ്, ഇത്ര സ്ഥലം വിട്ടുകൊടുക്കാം. വണ്ടികൾക്ക് വേണ്ടി റോഡ് നിർമ്മാണത്തിനും വിമാനത്താവള നിർമ്മാണത്തിനും അങ്ങനെയുള്ളതിന് വേണ്ടി ഇത്ര സ്ഥലം നീക്കി വയ്ക്കാം. വ്യവസായശാലകൾ പണിയാൻ വേണ്ടിയിട്ട് രാജ്യം ഇത്ര സ്ഥലം നീക്കി വയ്ക്കാം. കൃഷിക്ക് വേണ്ടിയിട്ട് ഇത്ര എന്നൊക്കെ ഒരു കണക്കുണ്ട്. രാജ്യം പോലും അതിൻ്റെ സ്പേസ് മാനേജ് ചെയ്യുന്നത് വളരെ ബുദ്ധിപൂർവമായിരിക്കണം. അതായത് യൂസിങ് സ്പേസ് വൈസ്ലി വിത്തൗട്ട് വേസ്റ്റ് ഓർ ഡാമേജ്. ഒട്ടും പോലും തരി പോലും സ്ഥലം പാഴാക്കാണ്ട് ജ്ഞാനത്തോടെ ബുദ്ധിയോടെ സ്ഥലം അതിൻ്റെ പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് വാസ്തവത്തിൽ സ്പേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്പേസ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാം, ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർ ക്രൗഡിങ്. അമിത ജനസംഖ്യ, ജനപ്പെരുപ്പം ഒരു സ്ഥലത്ത് തന്നെ തിങ്ങിക്കൂടുന്നു. ഒരു സ്ഥലത്ത് കുറേ പേര് തിങ്ങിക്കൂടുന്നു, വേറെ കുറേ സ്ഥലത്ത് ആരുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയെ ഒഴിവാക്കാം. 2, പ്രൊമോട്ട്സ് പ്ലാൻഡ് അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. വളരെ ആസൂത്രിതമായിട്ടുള്ള നഗര ഗ്രാമീണ വികസനം സാധ്യമാക്കുന്നു. 3, പരിസ്ഥിതി മലിനീകരണം കുറയുന്നു. കാരണം ഈ ഡൽഹിയിലൊക്കെ നമുക്കറിയാം, അവിടെ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലമാണ്. പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഡെൻസിറ്റി കൂടുതൽ ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലായിട്ടുള്ള സ്ഥലമാണ്, ഡെൻസിലി പോപ്പുലേറ്റഡ് സിറ്റിയാണ്. കാർബൺ പോലുള്ള മലിനകാരികൾ കൊണ്ട് പുകമഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മലിനീകരണത്തിന് ഏറ്റവും ഒന്നാം നിര നഗരമാണ് തലസ്ഥാന നഗരിയായിരിക്കുക തന്നെ ഇത്രയും ദോഷങ്ങളുണ്ട്. എന്തുകൊണ്ടുണ്ടായി? അത് സ്പേസ് രാജ്യം തലസ്ഥാന നഗരം എന്നതിൽ എല്ലാവരും കൂടി തിങ്ങി പാർക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായതുകൊണ്ടാണ്. സ്പേസ് മാനേജ്മെന്റ് നന്നായില്ല എന്നർത്ഥം. അപ്പോൾ ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡുകൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ സുസ്ഥിരമായ വിനിയോഗം ഇത് ഉറപ്പുവരുത്തുന്നു. സ്പേസ് മാനേജ്മെന്റ് പലതരം ഉണ്ടെന്ന് പറയാം. നഗരങ്ങളിലെ സ്പേസ് മാനേജ്മെന്റ് ഉണ്ട്, അർബൻ സ്പേസ് മാനേജ്മെന്റ് ഉണ്ട്. എന്താണ് അർബൻ സ്പേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് സിറ്റീസ് ആൻഡ് ടൗൺസ്. പട്ടണങ്ങളും നഗരങ്ങളും ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് ഫോക്കസ് ചെയ്യുന്നത് ഭവന നിർമ്മാണം, റോഡുകൾ, ഗതാഗതം എന്നിവയാണ്. വേസ്റ്റ് മാനേജ്മെന്റ്, പബ്ലിക് ഫെസിലിറ്റി എന്നിവയിലാണ്. അപ്പോൾ എന്താണ്, സിറ്റീസും ടൗൺസും എങ്ങനെ അവരുടെ സ്ഥലം മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. ചില ഇതൊക്കെ ഒട്ടും ആസൂത്രിതമല്ലാത്ത ആധുനിക ലോകത്ത് നിർമ്മിതികൾ നഗരങ്ങളിലൊക്കെ ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കി വയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ വിചിത്രമായി തോന്നും. ഒട്ടും തന്നെ ആസൂത്രിതമല്ലാത്ത റോഡ് പ്ലാനിങ് സിസ്റ്റം, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, പബ്ലിക് ഫെസിലിറ്റീസ്, അതായത് പൊതുജനങ്ങൾക്ക് പൊതുവായി ഉപയോഗിക്കാവുന്ന പാർക്കുകൾ, പൊതു ഗ്രൗണ്ടുകൾ, ഇതിൻ്റെയൊക്കെ ഉപയോഗം, ഇതൊക്കെ എന്താണ്, അപ്പം ആസൂത്രിതമല്ലെങ്കിൽ അതൊക്കെ പോരായ്മകളുള്ളതാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക നോക്കൂ. നല്ല റോഡുകൾ ആസൂത്രിതമല്ലെങ്കിൽ ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാവും, പൊല്യൂഷൻ, മലിനീകരണം ഉണ്ടാവും, സ്ലംസ്, ചേരികൾ രൂപപ്പെടും. ചില സ്ഥലങ്ങളിൽ ചേരികളായിരിക്കും രൂപപ്പെടുക. സോ ഇനി ഗ്രാമങ്ങളിലെ സ്പേസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാം. വില്ലേജിലെ സ്പേസ് മാനേജ്മെൻറ്റിൽ അഗ്രികൾച്ചറൽ പ്ലാനിങ് ആവശ്യമാണ്, ഇറിഗേഷൻ ആവശ്യമാണ്, റൂറൽ ഹൗസിംഗ് ആവശ്യമാണ്. ഗ്രാമീണ മേഖലയിലെ ചെറിയ കൊച്ചു കൊച്ചു കുടിലുകൾ, വീടുകളൊക്കെ ആയിരിക്കും അവരുണ്ടാക്കുക. വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും ഒന്നും പണിയില്ല. അപ്പോൾ എന്നാൽ അവിടുത്തെ ലാൻഡ് യൂസ്, ഭൂമിയുടെ ഉപയോഗം, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
എന്താണ് സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്? ഇറ്റ് ഇംപ്രൂവ് റൂറൽ എക്കണോമി ആൻഡ് പ്രിവെൻറ്റ് മൈഗ്രേഷൻ ടു സിറ്റീസ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പട്ടണങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്ന് പറയാം. കാരണം ഗ്രാമങ്ങളിൽ അധികം ജോലിയില്ല, സൗകര്യങ്ങളില്ല എന്ന് വരുമ്പോഴാണ് ഈ സൗകര്യങ്ങളും ജോലിയും ധനസമ്പാദനത്തിനും വഴി തേടിയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, പട്ടണങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നത്, മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി ലാൻഡ് യൂസ് എങ്ങനെയാണ് നടത്തേണ്ടത്, നമ്മുടെ പ്ലാനിങ് എങ്ങനെയാണ് നടത്തേണ്ടത്? ഒരു ടൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ സിറ്റി ആകുമ്പോൾ, ഒരു നാടാകുമ്പോൾ അവിടെ വീടിന് പാർപ്പിടത്തിന് ഇത്ര പ്രദേശം ഭൂമി മാറ്റിവെക്കാം, വാണിജ്യ പ്രവർത്തനങ്ങൾക്കും കടകൾക്കും കമ്പോളങ്ങൾക്കുമായി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് ഇത്ര സ്ഥലം മാറ്റിവെക്കാം, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വ്യവസായശാലകൾക്കും മറ്റുമൊക്കെ ആയിട്ട് വീടുകളിൽ നിന്നൊക്കെ അകന്നിരിക്കുന്നതാണ് നല്ലത് ഒരു ഏരിയ. കാരണം ഈ വ്യവസായശാലകൾ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ശ്വസിച്ച് ജനങ്ങൾക്ക് രോഗങ്ങളുണ്ടായാൽ അത് പരോക്ഷമായി അവരുണ്ടാക്കുന്ന വരുമാനം മുഴുവനും ആശുപത്രി ചെലവാക്കേണ്ടി വരും. അവരുടെ ആരോഗ്യം ഒരു വലിയ സമ്പത്താണ്, അത് നഷ്ടപ്പെടും. സോ വ്യവസായ മേഖല വേറെയാണ്, അഗ്രികൾച്ചറൽ കൃഷിക്ക് വേണ്ടിയിട്ടൊരു മേഖല അല്ലേ, ഇതൊക്കെ നീക്കി വയ്ക്കേണ്ടത് ആവശ്യമാണ്. ലാൻഡ് യൂസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്ലാനിങ് രാജ്യത്തിനും നാടിനും ഭരണാധികാരികൾക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് അവോയ്ഡ് മിസ്യൂസ് ഓഫ് ലാൻഡ് ആൻഡ് എൻഷുവേഴ്സ് ബാലൻസ്. അതായത് ഭൂമി ദുരുപയോഗം തടയും, അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വികസനം സാധ്യമാകും. എന്താണ് ബാലൻസ്ഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഈ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ ചെയ്ത തെറ്റാണ്. ബോംബെ, കൽക്കട്ട, ഡൽഹി, മദ്രാസ്, ഈ 4 സ്ഥലങ്ങൾ മാത്രം ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ വലിയ പട്ടണങ്ങൾ ഉയർന്നു വന്നു. അവിടെ മാത്രം വലിയ പുരോഗതി, അവിടെ മാത്രം നല്ല റോഡുകൾ, അവിടെ മാത്രം കുറേ അധികം കെട്ടിടങ്ങൾ, അവിടെ മാത്രം ജനത്തിരക്ക്. എന്നാൽ ബാക്കി ഇന്ത്യയുടെ ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങൾ കുഗ്രാമങ്ങളായി തന്നെ നിലകൊണ്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഇത് നല്ല ബാലൻസ്ഡ് ആയ വികസനമാണോ? അല്ല. ബാലൻസ്ഡ് ആയ വികസനമാണ് ആരോഗ്യകരമായ വികസനം. ഒരു മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളിൽ ഒരു കൈ മാത്രം നല്ല ആരോഗ്യവും കരുത്തും വണ്ണവും ഉണ്ട്, ബാക്കിയെല്ലാം മെലിഞ്ഞ അസ്ഥി പോലെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യനെ ആരോഗ്യവാനെന്നല്ല, രോഗി എന്നാണ് നമ്മൾ വിളിക്കുക. കാണുമ്പോൾ തന്നെ അയാൾക്ക് എന്ത് രോഗമുണ്ടെന്ന് തോന്നും. അപ്പോൾ അതായത് എന്താർത്ഥം, എല്ലാ ഭാഗങ്ങളും ഒരുപോലെ കരുത്തുറ്റതും ബലമുള്ളതും ശക്തിയുള്ളതും വലിപ്പമുള്ളതും ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് ആരോഗ്യം എന്ന് പറയുന്നത്. അതേസമയം അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭൂമിയെ സംബന്ധിച്ചും പറയുമ്പോൾ എല്ലാ പ്രദേശങ്ങളും ഏകദേശം ബാലൻസ് ചെയ്ത് വളരണം എന്നർത്ഥം. സ്പേസ് മാനേജ്മെൻറ്റിന് പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. നമ്മുടെ രാജ്യത്ത് അതിവേഗത്തിലാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ജനസംഖ്യയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനമുള്ള രാജ്യം ചൈനയായിരുന്നെങ്കിൽ ഇന്ന് അത് ഇന്ത്യയാണ്. വളരെ ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ ചൈനയെ ഓവർടേക്ക് ചെയ്ത് അല്ലേ 140-ലധികം കോടി ജനങ്ങൾ ഉള്ള ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സോ റാപ്പിഡായിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്താണ് നമുക്കിവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ അർബനൈസേഷൻ, നഗരവൽക്കരണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ എന്താ നഗരവൽക്കരണം സംഭവിക്കുമ്പോൾ ജനങ്ങൾ ജോലികൾക്ക് വേണ്ടി തിങ്ങിപ്പാർക്കാനായിട്ട് ഇടയാകുന്നു, വേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വ്യവസായശാലയുടെ മലിനീകരണങ്ങൾ അന്തരീക്ഷത്തെയും ജലത്തെയും മലിനപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ട്രാഫിക് കൺജഷൻ ഉണ്ടാകുന്നു. ഗതാഗതം കൂടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡുകൾ അന്തരീക്ഷ വായുവിൽ കലരാനിടയാകുന്നു, വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുക. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ സംഭവിക്കുന്നു. സ്പേസ് മാനേജ്മെൻറ്റ് നന്നായി ചെയ്തില്ലെങ്കിൽ പരിസ്ഥിതി അപജയം സംഭവിക്കുന്നു. അൺപ്ലാൻഡ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റുകൾ, എന്താ സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ താമസ ഇടങ്ങൾ, ആവാസ കേന്ദ്രങ്ങൾ പ്ലാനിങ് ഇല്ലാണ്ട് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രോപ്പറായ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ് നമുക്കില്ലാണ്ട് വരുന്നു. നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിയൽ മാത്രമല്ല, റോഡുകൾ പണിയൽ, പാലങ്ങൾ പണിയൽ, മെട്രോ റെയിലുകൾ പണിയൽ, അല്ലാതെയുള്ള തീവണ്ടികൾ പാതകൾ പണിയൽ, വിമാനത്താവളങ്ങൾ പണിയൽ, ഇവയെല്ലാം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഊർജ്ജ ഉൽപ്പാദനത്തിനായിട്ടുള്ള ഡാമുകളും മറ്റും പണിയൽ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. ഇനി ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്പേസ് മാനേജ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് നടത്തേണ്ടത്? പ്രോപ്പറായിട്ടുള്ള അർബൻ പ്ലാനിങ് വേണം, ആസൂത്രിതമായ നഗരാസൂത്രണം വേണം, സ്മാർട്ട് സിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ബിൽഡിങ്ങുകൾ, അതായത് അതും എൻകറേജ് ചെയ്യണം. അതായത് നമുക്ക് ഇന്ത്യ പോലുള്ള രാജ്യം പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യമാണ്. എല്ലാവർക്കും പരന്ന ഭൂമിയിൽ തന്നെ സ്വന്തമായ ഭൂമിയും വീടും ഒറ്റനില വീടും വേണമെന്ന് പറയുമ്പോൾ കൂടുതൽ സ്ഥലം നമുക്കില്ല എന്ന് ഓർക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ വീടുകൾ എന്ന് പറഞ്ഞാൽ മുകളിലായിട്ടുള്ള പണിയുന്ന വീടുകൾ എന്ന് തന്നെയാണ് അർത്ഥം. അതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഭൂമി കുറച്ച് മതിയെങ്കിലും മേളിലേക്ക് പണിയാൻ സാധിക്കും. ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ആണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല ഗതാഗത സംവിധാനങ്ങൾ. അതുപോലെ തന്നെ യൂസ് ഓഫ് GIS. എന്താണ് GIS? ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം.
ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മുടെ ഭൂമിയുടെ മേളിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിന് ഒരു വിവരം കിട്ടണം. മുകളിൽ നിന്ന് തന്നെ നമ്മുടെ സാറ്റലൈറ്റ് വഴിയായിട്ട് തന്നെ എത്ര വീടുകൾ എവിടെയൊക്കെ ഉണ്ട്, എവിടെയൊക്കെ ഫാക്ടറികളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വിവരം കിട്ടുന്ന സംവിധാനം. പ്രൊട്ടക്ഷൻ ഓഫ് ഗ്രീൻ സ്പേസസ്, അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ സംരക്ഷണ കവചമായിട്ടുള്ള പച്ചപ്പുതപ്പുകളായിട്ടുള്ള കാടുകളും ഗ്രീൻ സ്പേസസും സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ റോളിനെ കുറിച്ച് കൂടി പറയട്ടെ. റോൾ ഓഫ് ഗവൺമെൻറ്: മേക്കിംഗ് പോളിസീസ് ഫോർ ലാൻഡ് യൂസ്, ഭൂമിയുടെ ഉപയോഗത്തിന് വേണ്ടി നയം രൂപീകരിക്കണം. ഇംപ്ലിമെൻറ്റിംഗ് ഹൗസിംഗ് സ്കീംസ്, അതുപോലെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കണം. ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചെടുക്കണം. കൺട്രോളിംഗ് പൊല്യൂഷൻ, ജനസംഖ്യയെ നിയന്ത്രിക്കണം. പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തെ പ്രോത്സാഹിപ്പിക്കണം. സസ്റ്റൈനബിൾ സ്പേസ് മാനേജ്മെൻറ്റ്, സുസ്ഥിരമായ സ്ഥല മാനേജ്മെൻറ്റിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. യൂസ് സ്പേസ് വിത്തൗട്ട് ഹാമിങ് ഫ്യൂച്ചർ ജനറേഷൻസ്, നമ്മൾ ഇന്ന് സ്പേസ് യൂസ് ചെയ്യുമ്പോൾ അടുത്ത തലമുറയുടെ ആവശ്യങ്ങളെ ഹനിക്കാതെ, ഹാം ചെയ്യാതെ, ഉപദ്രവിക്കാതെ, പരിക്ക് വരുത്താതെ നമ്മൾ ഇന്നത്തെ സ്ഥല വിനിയോഗം സാധ്യമാക്കണം. മെയിൻറ്റെയിൻ ബാലൻസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, ഒരു വശത്ത് അപ്പോൾ നമുക്ക് വികസനം വേണം, മറുവശത്ത് പരിസ്ഥിതി നോക്കണം. തിങ്ങിക്കൂടി ജനസാന്ദ്രത കൂട്ടി എല്ലാവരും കൂടി ഒരിടത്ത് താമസിച്ചാൽ ആ പ്രദേശം മുഴുവനും പരിസ്ഥിതി ദുർബലമായി പോവും, പരിസ്ഥിതി ലോലമായി പോവും. അവിടെ അതിൻ്റെ ദോഷഫലങ്ങൾ അവിടുത്തെ ജനവിഭാഗം അനുഭവിക്കേണ്ടി വരും. എക്സാമ്പിളായിട്ടുള്ള ഗ്രീൻ ബിൽഡിങ്ങുകൾ പോലുള്ളവ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് പകരമായിട്ട് പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് തന്നെ വീടുകൾ ഉണ്ടാക്കാൻ കഴിയുക. ഇക്കോ ഫ്രണ്ട്ലി സിറ്റീസ്, അത് പരിസ്ഥിതി സൗഹൃദ നഗരങ്ങൾ പണിയുക. ഇനി നമുക്ക് റിവിഷൻ, ഈ ചാപ്റ്ററിൻ്റെ ടോട്ടൽ ആശയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സ്പേസ് മാനേജ്മെൻറ്റ് എന്താണ്? എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ലാൻഡ്. 2 ടൈപ്സ് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞു. അർബൻ ആൻഡ് റൂറൽ, നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ. ഈ പ്രധാനപ്പെട്ട കീ ഇഷ്യൂസ് നോക്കാം. അൺപ്ലാൻഡ് ഗ്രോത്ത് ആണ്, ആസൂത്രണമില്ലാത്ത വളർച്ചയാണ്. പരിഹാരം എന്താണ്? ആസൂത്രണം വേണം, പ്ലാനിങ് വേണം, സസ്റ്റൈനബിലിറ്റി വേണം. അത്രോ ഈ ചാപ്റ്റർ നമ്മളോട് പറയുന്നത്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്പേസ് മാനേജ്മെൻറ്റ് എന്താണ്? 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഭൂമി വേസ്റ്റ് ആക്കലാണെന്ന്, ഭൂമി വാങ്ങലാണ്, ഭൂമി വിൽക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല, ബി ആണ് ഓപ്ഷൻ. എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ലാൻഡ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത മെയിൻ എയിം ഓഫ് സ്പേസ് മാനേജ്മെൻറ്റ്. സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പോപ്പുലേഷൻ കൂട്ടലാണ്, ബാലൻസ്ഡ് ഡെവലപ്മെൻ്റ് ആണ്, വനങ്ങൾ നശിപ്പിക്കലാണ്, ബിൽഡിങ് പട്ടണങ്ങളിൽ മാത്രം പണിയലാണ്, പട്ടണങ്ങളെ പണിതുണ്ടാക്കലാണ് എന്നൊക്കെ പറയുന്നു. അതൊന്നുമല്ല, ബാലൻസ്ഡ് ഡെവലപ്മെൻ്റ് ആണ് സ്പേസ് മാനേജ്മെൻറ്റ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ മനസ്സിലാക്കി പഠിച്ചു. വിച്ച് ഈസ് എ പാർട്ട് ഓഫ് സ്പേസ് മാനേജ്മെൻറ്റ്. സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏതാണ്? കുക്കിംഗ്, സ്പിന്നിങ്, പെയിൻറ്റിങ്, സിംഗിങ്, പെയിൻറ്റിങ്. കുക്കിംഗ്, പാചകമോ പാട്ട് പാടലോ പെയിൻറ്റിങ്ങോ സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമല്ല. ലാൻഡ് യൂസും പ്ലാനിങ്ങുമാണ് സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗം. അടുത്തത് അർബൻ സ്പേസ് മാനേജ്മെൻറ്റ് എന്താണ് കൈകാര്യം ചെയ്യുന്നത്? വില്ലേജ്, ഗ്രാമങ്ങൾ, സിറ്റീസ് ആൻഡ് ടൗൺസ്, ഫോറസ്റ്റ്, ഓഷ്യൻസ്. സിറ്റീസിലെയും ടൗൺസിനെയുമാണ് നഗരങ്ങൾ എന്ന് പറയുന്നത്. അർബൻ എന്ന വാക്കിൻ്റെ അർത്ഥം നഗരം എന്നാണ്. ഇനി അടുത്ത റൂറൽ സ്പേസ് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന എന്തിലാണ്? വ്യവസായങ്ങൾ, കൃഷി, എയർപോർട്ട്, പോർട്ട്. അഗ്രികൾച്ചറിനെയാണ് ഗ്രാമീണം. റൂറൽ എന്ന് വെച്ചാൽ ഗ്രാമീണമാണ് അല്ലേ, അത് കൃഷിയാണ്, അല്ലാണ്ട് എയർപോർട്ടിനെയോ വ്യവസായങ്ങളെയോ അല്ല. ഇനി വിച്ച് ഈസ് എ പ്രോബ്ലം ഓഫ് അർബൻ ഏരിയാസ്. നഗരങ്ങളുടെ പ്രശ്നം എന്താണ്? ഇറിഗേഷൻ, ജലസേചനം, ട്രാഫിക് കഞ്ചഷൻ, ഗതാഗതത്തിൻ്റെ കുരുക്ക്, ഫാമിംഗ്, കൃഷി, ഫിഷിംഗ്, മീൻപിടുത്തം. അതൊന്നുമല്ല, ഗതാഗത കുരുക്കാണ് നഗരങ്ങളിലെ പ്രശ്നം. ഇനി അടുത്തത് ഏഴാമത്തേത്, ഓവർ ക്രൗഡിങ് ഈസ് കോസ്ഡ് ബൈ ഡാഷ്. ലോ പോപ്പുലേഷൻ, ഹൈ പോപ്പുലേഷൻ, അതായത് കുറഞ്ഞ ജനസംഖ്യ, ഉയർന്ന ജനസംഖ്യ, ലെസ് ലാൻഡ്, ഭൂമി കുറവ്, റെയിൻഫോൾ, മഴ. ഹൈ പോപ്പുലേഷൻ ആണ് ഓവർ ക്രൗഡിങ്ങിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. ലാൻഡ് യൂസ് പ്ലാനിങ് മീൻസ്, ഭൂമിയുടെ ഉപയോഗം ആസൂത്രണം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? റാൻഡം യൂസ് ഓഫ് ലാൻഡ്, അതായത് അവിടെ തോന്നുന്ന പോലെ ഭൂമി ഉപയോഗിക്കുക. പ്രോപ്പർ ഡിവിഷൻ ഓഫ് ലാൻഡ്, ഭൂമിയെ ശരിയായ രീതിയിൽ വിഭജിച്ച് ഓരോരുത്തരെടുക്കുക. ഇഗ്നറിങ് ലാൻഡ്, ഭൂമിയെ അവഗണിക്കുക. സെല്ലിങ് ലാൻഡ്, ഇതൊന്നുമല്ല ലാൻഡ് യൂസ് എന്ന് വെച്ചാൽ പ്രോപ്പർ ഡിവിഷൻ ഓഫ് ലാൻഡ് ആണ്. അനുയോജ്യമായ രീതിയിൽ ഭൂമിയെ ഓരോരോ കാര്യത്തിന് വിഭജിച്ച് നൽകുക. കൃഷിക്ക് ഇത്ര, അല്ലെ, വ്യവസായങ്ങൾക്ക് ഇത്ര ഭൂമി, വനത്തിന് ഇത്ര ഭൂമി, അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ട് ലാൻഡിനെ യൂസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. വിച്ച് സെക്ടർ യൂസസ് ലാൻഡ് ഫോർ ക്രോപ്സ്. വിളകൾക്കായിട്ട് ഭൂമി ഉപയോഗിക്കുന്ന ഏത് സെക്ടറാണ്? അത് അഗ്രികൾച്ചറൽ സെക്ടർ ആണെന്ന് ആർക്കും അറിയാം. കൊമേഴ്ഷ്യൽ സെക്ടറും അല്ല, ട്രാൻസ്പോർട്ടേഷൻ സെക്ടറും. കാർഷിക മേഖലയാണ് വിളകൾക്ക് വേണ്ടിയിട്ട് ഭൂമി വിനിയോഗിക്കുന്നത്. വിച്ച് ഈസ് നോട്ട് എ ലാൻഡ് യൂസ് ടൈപ്പ്. ഭൂമിയുടെ ഉപയോഗത്തിൻ്റെ തരമല്ലാത്തത് ഏതാണ്? റെസിഡൻഷ്യൽ, അത് ലാൻഡ് യൂസ് ടൈപ്പ് ആണ്. ഇൻഡസ്ട്രിയൽ, ലാൻഡ് യൂസ് ടൈപ്പ് ആണ്. മ്യൂസിക്കൽ ലാൻഡ് യൂസ് ടൈപ്പ് അല്ല. കൊമേഴ്ഷ്യൽ ഓക്കെ ആണ്. ഇനി സ്പേസ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു. സ്പേസ് മാനേജ്മെൻറ്റ് എന്തിന് സഹായിക്കുന്നു? ഇൻക്രീസ് പോപ്പുലേഷൻ, ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ. റെഡ്യൂസ് പോപ്പുലേഷൻ കുറയ്ക്കാൻ. വേസ്റ്റ് റിസോഴ്സസ്, വിഭവങ്ങൾ പാഴാക്കാൻ. ഡിസ്ട്രോയ് ലാൻഡ്, ഭൂമി നശിപ്പിക്കാൻ. ഏതാണ്? റെഡ്യൂസ് പൊല്യൂഷൻ, ജനസംഖ്യ കുറയ്ക്കാനാണ് സ്പേസ് മാനേജ്മെൻറ്റ് നോക്കുന്നത്. എല്ലാവരും ഒരു സ്ഥലത്ത് തിങ്ങിക്കൂടി പാർക്കാതിരിക്കാനാണത്.
അൺപ്ലാൻഡ് സെറ്റിൽമെൻറ്റ്സ് ലീഡ്സ് ടു ഒരു ആസൂത്രണം ഇല്ലാണ്ട് ആവാസ കേന്ദ്രങ്ങളും താമസയിടങ്ങളും പണിതാൽ അതെന്തിലേക്ക് നയിക്കുന്നു? അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു അല്ലേ? സിമ്പിളാണ്, പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യുന്നു. സ്ലംസ് ആർ കോമൺ ഇൻ സ്ലം എന്ന് വെച്ചാൽ ചേരിയാണ്. ചേരി എവിടെയാണ് ഉള്ളത്? സിറ്റീസിലാണ് ചേരി ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത മൈഗ്രേഷൻ ടു സിറ്റീസ് ഇൻക്രീസസ് പട്ടണങ്ങളിലേക്കുള്ള കുടിയേറിപ്പാർക്കൽ കൂടുന്നു. കാരണം എന്താണ്? അർബൻ പോപ്പുലേഷൻ ആണ് കാരണമായിട്ട്. മൈഗ്രേഷൻ ടു കാരണം എന്താണെന്നല്ല, അതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഫലം അർബൻ പോപ്പുലേഷൻ കൂടുന്നു എന്നുള്ളതാണ്. നഗരങ്ങളിലെ ജനസംഖ്യ കൂടുന്നു എന്നുള്ളതാണ്. ഗ്രാമീണ ജനസംഖ്യയല്ല അത് ബാധിക്കുന്നത്, എന്താണ്? വനത്തിൻ്റെ വിസ്തൃതിയെയുമല്ല മഴയെയുമല്ല ബാധിക്കുന്നത്. വിച്ച് ഈസ് ദ റൂറൽ ഡെവലപ്മെൻറ്റ് നീഡ്. ഗ്രാമീണ വികസനം ആവശ്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫ്ലൈ ഓവർ പണിയാനാണോ? ഇറിഗേഷൻ ജലസേചനത്തിനാണ്? മെട്രോ എന്താണ്? എയർപോർട്ട്. ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ട് ജലസേചനം സൗകര്യങ്ങൾ പണിയണം എന്നുള്ളത്. എന്നാലാണ് ഗ്രാമങ്ങൾ വികസിക്കുള്ളൂ. ഗ്രാമങ്ങളിൽ അങ്ങനെയുള്ള കൃഷിയാണ് അവിടെ കൂടുതലും നടക്കുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളാണ് അവിടെ പണിയേണ്ടത്, അല്ലാണ്ട് ഫ്ലൈ ഓവറോ മെട്രോയോ എയർപോർട്ടോ അല്ല പണിയേണ്ടത്. വിച്ച് ടൂൾ ഹെൽപ്സ് ഇൻ സ്പേസ് മാനേജ്മെൻറ്റ്. സ്പേസ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്ന ടൂൾ ഏതാണ്? GIS അല്ലേ? അതായത് ജിയോഗ്രഫിക്കലായിട്ട് ഓരോ സ്ഥലവും എവിടെയാണ് എന്ന് കണ്ടെത്താനായിട്ടുള്ള ഇതാണ്, സിസ്റ്റമാണ്. അടുത്തത് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, GIS. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണ്? സുസ്ഥിര വികസനം, സേവ് ഫോർ ഫ്യൂച്ചർ. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം ആണെങ്കിലും വിഭവങ്ങളാണെങ്കിലും, കാരണം സ്ഥലം ഒരു സ്പേസ് ഒരു റിസോഴ്സാണ്, അത് പ്രധാനമായിട്ട് ഓർക്കുക. ഗ്രീൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റോഡ്, പാർക്ക്, ബിൽഡിംഗ് ഉള്ളതിൽ പാർക്കാണ് ഗ്രീൻ സ്പേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റ് മീൻസ് മേളിലേക്ക് വീട് പണിയണം എന്നതിൻ്റെ അർത്ഥമാകുന്നത് ബിൽഡിംഗ് അപ്വേഡ് എന്ന് പറഞ്ഞാൽ മേളിലേക്ക് പണിയുക. വിച്ച് ഈസ് ഗവൺമെൻറ് റോൾ. ഗവൺമെൻറ്റിൻ്റെ റോൾ ഏതാണ്? പ്ലാനിങ്ങിനെ അവഗണിക്കുക, മേക്ക് പോളിസി, നയങ്ങൾ രൂപീകരിക്കുക. ശരിയാണ്, നയങ്ങൾ രൂപീകരിക്കലാണ് ഗവൺമെൻറ്റിൻ്റെ റോൾ. എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ, പരിസ്ഥിതി അപജയം, പരിസ്ഥിതി നാശം. എന്താണ് അതിൻ്റെ അർത്ഥം? ഇമ്പ്രൂവ്മെൻ്റ് ആണോ, ഡാമേജ് ആണോ, ഗ്രോത്ത് ആണോ? പരിസ്ഥിതി അപജയം എന്ന് പറഞ്ഞാൽ, അപജയം എന്ന ഡീഗ്രഡേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഇമ്പ്രൂവ്മെൻ്റ് അല്ല, ഡാമേജ് ആണെന്ന്. ഓക്കെ, വിച്ച് കോസ് സ്പേസ് പ്രോബ്ലംസ്. ഈ സ്ഥലത്തിൻ്റെ പരിമിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്താണ് കാര്യം? അത് നമുക്ക് കണ്ണും പൂട്ടി പറയാം. ജനസംഖ്യ വർദ്ധിക്കുന്നതാണ് സ്ഥലപരിമിതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സ്മാർട്ട് സിറ്റീസ് ഫോക്കസ് ഓൺ. സ്മാർട്ട് പട്ടണങ്ങളാണ് ഇന്ന് ചിന്തിക്കുന്നത്. അതെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? പ്ലാൻ ചെയ്തുകൊണ്ടുള്ള സിറ്റീസിനാണ് സ്മാർട്ട് സിറ്റീസ് എന്ന് പറയുന്നത്. വിച്ച് ഇംപ്രൂവ്സ് ട്രാൻസ്പോർട്ട്. ഗതാഗതത്തെ മെച്ചപ്പെടുത്തുന്നത് എന്താണ്? ബെറ്റർ റോഡുകൾ ഉണ്ടെങ്കിൽ ഗതാഗതം മെച്ചപ്പെടും. വിച്ച് റെഡ്യൂസസ് അർബൻ പ്രഷർ. നഗരങ്ങളിലെ ജനസാന്ദ്രതയെ കുറയ്ക്കുന്നത് എന്താണ്? ഗ്രാമീണ വികാസ്. ഗ്രാമങ്ങൾ വികസിക്കുകയാണെങ്കിൽ, ഗ്രാമങ്ങളിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എല്ലാവരും ഓടി നഗരങ്ങളിൽ വന്ന് താമസിക്കാൻ തിരക്ക് പിടിക്കില്ല. വിച്ച് ഈസ് എ കൊമേഴ്ഷ്യൽ യൂസ് ഓഫ് ലാൻഡ്. ഭൂമിയുടെ കൊമേഴ്ഷ്യൽ യൂസ് എന്താണ്? ഷോപ്പുകൾ പണിയുക എന്നത് കൊമേഴ്ഷ്യൽ, ഹൗസ് പണിയുക എന്നുള്ള റെസിഡൻഷ്യൽ ആണ്. ഫാം എന്ന് പറയുന്നത് അവിടുത്തെ അഗ്രികൾച്ചറൽ യൂസാണ്. പാർക്ക് എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്, പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയുള്ള പബ്ലിക് സ്പേസ് ആണ്. മിച്ച് സെക്ടർ ബിൽഡ് ഫാക്ടറീസ്. ഫാക്ടറി പണിയുന്നത് ഏത് സെക്ടറാണ്? അത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ് നമുക്കറിയാം. അഗ്രികൾച്ചർ സെക്ടർ ഫാമാണ് പണിയുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് പാർട്ട് ഓഫ് ഡാഷ്. ഈ പാഴ്വസ്തുക്കളുടെ കൈകാര്യം ചെയ്യലാണ്. അതെന്തിൻ്റെ ഭാഗമാണ്? നഗരങ്ങളിലാണ് അത് കൂടുതലുണ്ടാവുക. അർബൻ പ്ലാനിങ്, ഒരു നഗരം പ്ലാൻ ചെയ്യുമ്പോൾ അവിടുത്തെ പാഴ്വസ്തുക്കളും മാലിന്യവും എവിടെ എന്ത് ചെയ്യണമെന്നും കൂടി പ്ലാൻ ചെയ്തിട്ട് വേണം നഗരം പണിയാൻ. വിച്ച് ലീഡ്സ് ടു സ്ലംസ്. ചേരികളാണ് സ്ലം എന്ന് പറയുന്നത്. ചേരികളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? അമിത ജനസംഖ്യ ആയി കഴിയുമ്പോൾ തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു സ്ഥലത്ത് ചെറിയ സ്പേസിൽ തിങ്ങിക്കൂടി പാർക്കേണ്ടി വരുന്നു. ഓവർ ക്രൗഡിംഗ് ആണ് ചേരികളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് എന്നാണ്. വിച്ച് ഈസ് എ നാച്ചുറൽ സ്പേസ്. ഒരു നാച്ചുറൽ സ്പേസ് ഏതാണ്? ഫോറസ്റ്റ് ആണ് ഒരു നാച്ചുറൽ സ്പേസ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ലാൻഡ് യൂസ് എന്തിനു ഉറപ്പുവരുത്തുന്നു? പ്രോപ്പർ ആയിട്ടുള്ള യൂസ് ആണ് അർത്ഥമാക്കുന്നത്, വേസ്റ്റ് ചെയ്യലല്ല. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡുകൾ, പാലങ്ങൾ, ഡാമുകൾ, ഇതൊക്കെ ഒരു നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ്. പൊല്യൂഷൻ ഈസ് കോമൺ ഇൻ ഡാഷ്. പൊല്യൂഷൻ എവിടെയാണ് കൂടുതലായിട്ടുള്ളത്? അർബൻ ഏരിയാസിലാണ്, നഗരങ്ങളിലാണ്. വിച്ച് ഈസ് ഇക്കോ ഫ്രണ്ട്ലി. എന്താണ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്? ഗ്രീൻ ബിൽഡിങ്ങുകളാണ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. വിച്ച് ഹെൽപ്സ് പ്ലാനിങ്. എന്താണ് പ്ലാനിങ്ങിന് സഹായിക്കുന്നത്? ഡാറ്റ അഥവാ കുറേ വിവരങ്ങൾ നമ്മുടെ കയ്യിലില്ലാണ്ട് ഒരു പ്ലാനും നടക്കൂല. മാപ്പുകളും വേണം നമുക്ക് പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഡാറ്റയും മാപ്പുകളും നമ്മുടെ ഈ സ്പേസ് മാനേജ്മെൻറ്റിനും നഗരാസൂത്രണത്തിനും വില്ലേജ് പ്ലാനിങ്ങിനും ഒക്കെ സഹായിക്കുന്നു. വിച്ച് സെക്ടർ നീഡ്സ് പ്രോപ്പർ ഹൗസിംഗ്. ഏത് മേഖലയ്ക്കാണ് ആവശ്യമായ രീതിയിലുള്ള വീടുകൾ വേണ്ടത്? നഗരങ്ങളിൽ പ്രോപ്പർ ഹൗസിംഗ് വേണം. ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ ഹൗസുകൾ, മേളിലേക്ക് അപ്വേർഡ് ആയിട്ടുള്ള ഹൗസുകൾ. വിച്ച് ഇൻക്രീസസ് പൊല്യൂഷൻ. മലിനീകരണത്തെ വർദ്ധിപ്പിക്കുന്നത് എന്താണ്? വാഹനങ്ങൾ, വെഹിക്കിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്ന ലിസ്റ്റിൽ. മരങ്ങൾ, പാർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. മരങ്ങളും പാർക്കും അല്ല, മലിനീകരണം ഉണ്ടാക്കുന്നത് വാഹനങ്ങളാണ്. വിച്ച് റെഡ്യൂസസ് പൊല്യൂഷനെ കുറയ്ക്കുന്നത് എന്താണ്? അത് ട്രീസ് ആണെന്ന് പറയാം. വേസ്റ്റും ഫാക്ടറീസും സ്മോക്കും ഒക്കെ പൊല്യൂഷനെ കൂട്ടുന്നതാണ്, മരങ്ങളാണ് കുറയ്ക്കുന്നത്. വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് ഡെവലപ്മെൻറ്റ് എക്സാമ്പിൾ ഏതാണ്? സ്മാർട്ട് സിറ്റി പണിയുക എന്നുള്ളത് പ്ലാന്റ് സിറ്റിയാണ്. സ്മാർട്ട് സിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
സ്പേസ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ സ്പേസ് മാനേജ്മെന്റ് എന്തിന് സഹായിക്കുന്നു? ഓർഡർ ആൻഡ് ഡെവലപ്മെന്റ്. ഓർഡർ ഡെവലപ്മെന്റ്. എന്താണ് സ്പേസ് മാനേജ്മെന്റ്? എന്താണ്, എത്ര ടൈപ്സ് ഉണ്ട്? അർബൻ റൂറൽ എന്നിങ്ങനെ 2 ടൈപ്പ് ഉണ്ട് സ്പേസ് മാനേജ്മെന്റ്. സ്പേസ് മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും? സ്പേസ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാത്ത ആ പ്രോബ്ലംസിനെ എങ്ങനെ പരിഹരിക്കാം? സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? സുസ്ഥിര വികസനം, അടുത്ത തലമുറയുടെ ആവശ്യങ്ങളെ തകർക്കാത്ത രീതിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെയാണ് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. താങ്ക് യു.